1605-ലും 1615-ലും രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് അത്രേ സെർവാൻറ്റസിൻ്റെ ഡോൺ ക്വിക്സോട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഡോൺ ക്വിക്സോട്ടിൻ്റെ നാടകാവിഷ്കാരം അലിയാർ അലി, അതായത് നമുക്ക് അനവധി അഭിനേതാക്കളെയും സംവിധായകരെയും സമ്മാനിച്ചിട്ടുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന പാസ്ഔട്ടായിട്ടുള്ള അലിയാർ അലി സംവിധാനം ചെയ്തിട്ടുള്ള പുതിയൊരു നാടകാവിഷ്കാരമാണ് ഡോൺ ക്വിക്സോട്ടിൻ്റെ. അതിൻ്റെ മലയാള വേർഷനാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി പാലക്കാട് നെന്മാറ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം 10-70 കിലോമീറ്റർ ഉണ്ട്. രാജേഷ് ബി മേനോൻ തൃശ്ശൂരിൽ നിന്നും ഞാനും കൂടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അലിയാർ അലിയെ പോലെ NSD കണ്ണൻ ഉണ്ണിയുണ്ട്. നാടകകാരനും നാടകാധ്യാപകനുമായ സജി തുളസിദാസ്, അദ്ദേഹമാണ് ഇതിലെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. നമുക്ക് നാടകത്തിനും സിനിമയിലൊക്കെ സുപരിചിതനായ ദാസൻ കോങ്ങാട്, സത്യൻ കോട്ടായി, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തന്നെ പാസ് ഔട്ടായിട്ടുള്ള ഫിദ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പാസ് ഔട്ടായി ഇതിന് മ്യൂസിക് ചെയ്യുന്ന നാരു, വളരെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് ഇവരെല്ലാവരും ഒരു ഫാമിലി പോലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി അവിടെ രാവിലെയും രാത്രിയിലും ഇപ്പോഴത്തെ ചൂട് കണക്കിലെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പകലും പ്രാക്ടീസ് ചെയ്ത് തന്നെ തോന്നുന്നു. ഇതിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ബഡ്ജറ്റൊക്കെ ഉള്ളൊരു പദ്ധതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും തോന്നില്ല. അവരുടേതായിട്ട് സ്ട്രക്ചേർഡ് വേയിൽ പോകുന്നു എന്ന് തോന്നുള്ളൂ. പക്ഷേ ഇത് എല്ലാ പരിമിതികൾക്കുള്ളിലും നിന്നുകൊണ്ട് അവരൊരു ഫാമിലി പോലെ വർക്ക് ചെയ്യണു, അതിന് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് വളരെ സുഖമുള്ളൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അവരെയെല്ലാം കാണാനായിട്ട് പോയതായിരുന്നു ഞങ്ങൾ. ആക്ച്വലി മിന്നാടും ഇന്നോവേറ്റീവ് ലേണിംഗ് സ്പേസ് ഫോർ പെർഫോമൻസ് എന്ന് പറഞ്ഞ് പാലക്കാട് തന്നെയുള്ള ഒരു സായുജ്യം, അദ്ദേഹത്തിൻ്റെ വൈഫ് സജിനി, അവരൊരു മ്യൂസിക് ടീച്ചറാണ്. അവരൊക്കെ കൂടി നടത്തുന്നത്. മിന്നാടുമാണ് ഇതിൻ്റെ കോർഡിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ത്രൂ ആണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമുക്ക് കഴിയാവുന്ന രീതിയിൽ ഈ ടീമിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫിനാൻഷ്യലിയും മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് പ്രചരിപ്പിച്ചുമൊക്കെ. പിന്നെ ഈ നാടകം മാർച്ച് 29-30 തീയതികളിൽ അവർ പാലക്കാട് കളിക്കുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇതുവരെ അതെല്ലാം സെറ്റായിട്ടില്ല എന്ന് തോന്നുന്നു. പാലക്കാടിൽ തീരുമാനമായിട്ടുണ്ട്. അതിനൊക്കെ കൂടി നമുക്ക് എങ്ങനെ സഹായിക്കാം, എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത്, അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക, ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിന് അതിൽ കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അലിയാർ. ഈ വരുന്ന 29-30 തീയതികളിലായി മാർച്ച് മാസത്തിൽ നമ്മളൊരു നാടകം അരങ്ങിലെത്തിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് മിഥുൻ മോഹൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ നാടകം ചെയ്യുന്നത്. മിഥുൻ ഏറെ പ്രിയപ്പെട്ടൊരു നോവലായിരുന്നു ഇത്. മിഥുൻ ദൃശ്യകലാരംഗത്ത് ഏറ്റവും സജീവമായിട്ടുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല നാടകത്തിൻ്റെ രംഗത്തും അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു അവതരണമാണ്. സെർവാൻറ്റസിൻ്റെ ഒരു കൃതിയാണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഡോൺ ക്വിക്സോട്ട് ദി ലാ മഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് അത്. മലയാളത്തിൻ്റെ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ആ കൃതിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാന കഥാപാത്രം ഡോൺ ക്വിക്സോട്ട് അവതരിപ്പിക്കുന്നത് സജിമാഷാണ്. സജി തുളസിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള നാടകരംഗത്ത് കുറേ കാലമായി പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ സാൻജോ പാൻസ എന്ന വേഷം ചെയ്യുന്നത് ദാസൻ കോങ്ങാടാണ്. അദ്ദേഹവും വളരെ കാലമായി തിയേറ്ററിൻ്റെ രംഗത്തും സിനിമാ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. നമ്മൾ ക്വിക്സോട്ടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിന്ത പോലും ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായിട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഭ്രാന്ത്. അപ്പോൾ നമ്മൾ നാടകക്കാരെ പൊതുവെ നാട്ടിൻപുറത്ത് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന് ഭ്രാന്താണ്, അവന് നാടകം കളിച്ച് നടക്കുകയാണ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ക്വിക്സോട്ടിൻ്റെ സംഭവങ്ങൾ നടക്കാത്ത സ്വപ്നങ്ങളെന്ന അർത്ഥത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഒരു തരത്തിൽ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ നമ്മുടെ എന്ത് കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലായാലും, നമ്മൾ ഇസങ്ങൾ പറയുന്ന ഏത് ആശയപരമായിട്ടുള്ള സംഭവത്തിൻ്റെ പിന്നിലായാലും കുറേ ആൾക്കാരുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ ഭ്രാന്തമായിട്ടുള്ള സ്വപ്നങ്ങളാണ് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നത്. ആ ഭ്രാന്തമായ ഒരു ആവേശം അല്ലെങ്കിൽ ആലോചന അഭിനയിക്കാൻ, അല്ലെങ്കിൽ നാടകം കളിക്കാൻ, അല്ലെങ്കിൽ കലയുമായി നിലനിൽക്കാൻ, എന്നാൽ നിരന്തരമായിട്ട് എന്തിനോടൊക്കെയോ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ളൊരു ചിന്തയ്ക്ക് വേണ്ടി തന്നെയാണ് നാടകവും നാടകക്കാരും അഭിനയവും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പല നാടകങ്ങൾ പല തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഞാനൊരു സോളോ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അലിയും കൂടി ആലോചിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അലിക്ക് ഈ കൃതിയിലേക്കോ ഈ ഒരു കഥാപാത്രത്തിലേക്കോ എത്തുന്നതിനകത്ത് ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു സോളോ പെർഫോമൻസായിട്ട് അലി ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് മനസ്സിലുള്ളതുകൊണ്ട് അലി ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഇത് സോളോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, പറ്റുമായിരിക്കാം. പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ സാൻജോ പാൻസ് നമ്മൾ ഒരുപാട് കേട്ട് പിറകിയ ഒരു കഥാപാത്രമാണ് സാൻജോയും ഡോൺ ക്വിക്സോട്ടും നമുക്ക് കുട്ടിക്കാലം തൊട്ട് നമ്മൾ കഥകൾ കേട്ടറിയാം. മഹചരിതമായാലും അങ്ങനെയൊക്കെ വായിച്ച് വിശ്വസാഹിത്യം വായിച്ചറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ കഥ നമ്മൾ രണ്ടുപേരും കൂടി, ഞാനും ദാസേട്ടനും കൂടെ വെച്ചിട്ട് അത് രണ്ടുപേരുള്ള നാടകമാക്കി ഇങ്ങനെ പോകാൻ ആലോചിച്ചു. നാടകത്തിൻ്റെ ഇതൊരു പ്രോസസ്സായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് നാടകത്തിൻ്റെ പ്രോസസ്സ് പറയുന്നത് ആദ്യത്തെ ഈ പറഞ്ഞ നമുക്ക് ദുരൂഹമായിട്ടുള്ളൊരു കാലത്ത് ഒരു 14-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു ടെക്സ്റ്റ്, ഒരു 1200 പേജൊക്കെ വരണം. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കണ്ടൻറ്റൊക്കെ എനിക്ക്
എനിക്കൊക്കെ നോക്കുമ്പോൾ വളരെ ദുരൂഹമായിട്ടാണ് തോന്നി, വല്ലാതെ ആഴം കൂടിയതും പിടികിട്ടാത്തായിട്ടുള്ള കുറേ ഇടങ്ങൾ. എന്നാൽ അത് ഇവിടെ എവിടെയൊക്കെ ഉണ്ട് തോന്നുന്നു. എന്നാൽ ചില ഏരിയകളും കിട്ടും, റിലേറ്റബിളാണ്. അങ്ങനെ കിട്ടുന്ന സാധനം, അങ്ങനത്തെ ഏരിയകളിൽ മാത്രം ഇതിനെ എടുത്തെടുത്ത് അവസാനം അതൊരു 40 പേജ് 45 പേജുള്ളൊരു സ്ക്രിപ്റ്റിൻ്റെ രൂപത്തേക്ക് കൊണ്ടുവരിക. ആ കൊണ്ടുവന്ന സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് കയറിയിട്ട് ഒരു നമ്മുടെ തന്നെ മണ്ണിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ക്യാരക്ടർ ഇതില്ലേ, ഇപ്പോൾ സാൻചോ പാച്ചോ ഇതിൽ ചെയ്യുന്ന സത്യത്തിലൊരു തെങ്ങേറ്റക്കാരനൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഈ സാധനത്തെ കൊണ്ടുവരിക എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു നമ്മുടെ ഇതിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള സംഗതികളിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇറക്കിയിടണം. ആ പ്രോസസ്സ് ഭയങ്കര കൗതുകമായിട്ട് ഇങ്ങനെ തോന്നിയത്. അവിടെ അലിയുടെ ഒരു ഇത് ഭയങ്കര രസമായിട്ട് കിട്ടി. ഞാൻ സത്യൻ കോട്ടായി, തട്ട് കായിക നാടകത്തിൻ്റെ ട്രഷറും സംഘാടകനുമാണ്. പിന്നെ ഈ ഡോൺ കിക്സോട്ടിൽ ചെറിയ കുഞ്ഞു 1-2 വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ചേഗവർ, പിന്നെ ഇറ്റി എന്നുള്ള ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. ഞാനിതിലൊരു പള്ളിയിലച്ചൻ്റെ വേഷമാണ്. പള്ളിയിലച്ചൻ ഈ ഡോൺ കിക്സോട്ടിന് ഇത് അഡാപ്റ്റേഷനാണല്ലോ സ്വാഭാവികമായിട്ടും. ഇതിൽ പള്ളിയിലച്ചനാണ് ഈ ഡോൺ. ഇയാൾ വായിച്ച് ഇയാളുടെ ആയിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കുന്നുണ്ട്, ഇയാളുടെ ആയിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പള്ളിയിലച്ചനാണ് ഇയാളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, തിരിച്ച് ജീവിതത്തിലേക്ക്. അല്ലെങ്കിൽ അതൊന്നുമല്ല നോർമൽ, അല്ലെങ്കിൽ അതൊരു ടോപ്പിയാണ്, ഇതാണ് കുറച്ചുകൂടെ നോർമലായിട്ടുള്ള അവസ്ഥ എന്ന് പറയുകയാണ്. ഇതിലേക്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പള്ളിയിലച്ചൻ്റെ വേഷം ഞാൻ ചെയ്യണം. വളരെ രസകരമായിട്ട് അലിയാർ ഇതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള മലയാളത്തിൽ. കാരണം നമ്മൾ ഡ്രാമ സ്കൂളിലോ അല്ലെങ്കിൽ നാടകം കാണുന്ന സമയത്തൊക്കെ ഒരുപാട് പുറത്തുനിന്നൊക്കെ ഉള്ള ഡോൺ കിക്സോട്ടിൻ്റെ പ്രൊഡക്ഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പലപ്പോഴും ഡ്രാമ സ്കൂളിലോ അവിടെയൊക്കെ ഇതിൻ്റെ അഡാപ്റ്റേഷൻ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് നടന്നിട്ടില്ല. കാരണം അപ്പോൾ ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ആളുടെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കണ്ടംപററി ആയിട്ടുള്ളൊരു ഐഡിയയിലേക്ക് അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ. ഞാനിതിൽ കപ്പേറിൻ്റെ വേഷമാണ് ചെയ്യുന്നത്. പേര് സന്ദീപ്. എൻ്റെ പേര് ഫിദ. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ PG കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഡയറക്റ്റ് ചെയ്യലുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്ലേകളിൽ അഭിനയിക്കലുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ 4 വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന, പിന്നെ ഷെഹരിയ എന്ന് പറഞ്ഞിട്ടൊരു രാജകുമാരി. അത് അറബിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ അറബി പഠിക്കാൻ എനിക്ക് ആദ്യം അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അലീക്ക് അങ്ങനെ കുറേ പേരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ അത് വഴങ്ങി വന്നു. ഇപ്പോൾ നന്നായി ചെയ്യുന്നുണ്ട്. വേറെ കോംപ്ലിക്കേഷൻ എന്നുള്ള പരിപാടിയില്ല, കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളിതിൻ്റെ എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഒരു നാടകക്കാരി മേരി, പിന്നെ ഒരു കുട്ടിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ബിനി. അലിയാറിൻ്റെ പ്ലേയിൽ 6 ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. അതിൽ പല ദേശത്തിലും പല ഭാഷയിലും പല രൂപത്തിലും പല പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലിപ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ്ങായി തോന്നിയത് തെയ്യം ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓഡിയൻസിനായിട്ടും സംസാരിക്കുന്നൊരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫിസിക്കൽ മൂവ്മെൻറ്റ്സും ഒക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാരക്ടേഴ്സുള്ളൊരു പ്ലേ ചെയ്യുന്നതും, പിന്നെ അതിൽ തന്നെ ഇങ്ങനെ ഒരു തെയ്യം പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതും. അപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെ സ്ലാങ് പിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ തൃശ്ശൂർക്കാരിയായ കാരണം കൊണ്ട് എല്ലാത്തിലും ഒരു തൃശ്ശൂർ ടച്ച് എപ്പോഴും വരാറുണ്ട്. പക്ഷേ ഇതിലെല്ലാം വേറിട്ട് നിൽക്കുക വേണം, ബോഡി ലാംഗ്വേജ് ആയാലും ഭാഷ കൊണ്ടാണെങ്കിലും. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര റിസ്ക് ആയിട്ട് ഫീൽ ചെയ്തത്. എൻ്റെ പേര് നാരു പറയിസൈ. പേര് നാരായണൻ എന്നാണ്. എൻ്റെ തിയേറ്ററിക്കൽ നെയിം നാരു പറയിസൈ എന്നാണ്. അപ്പോൾ ഞാൻ ഈ പ്ലേയിൽ മ്യൂസിക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫോം പിടിച്ചിട്ടുള്ള ഒരു ഫോക്ക് മിക്സഡ് വിത്ത് ഒരു EDM എന്നുള്ളൊരു സാധനത്തിലാണ്. ഒരു ഫോക്കിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടാകുന്നു ഇതിൽ. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു ആളുടെ ഒരു മൈൻഡിൻ്റെ ഒരു സൈനസ് അങ്ങനത്തെ ഒരു അവസ്ഥകളിലും മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചെറിയ ഇലക്ട്രോണിക് മ്യൂസിക്കും അങ്ങനെ കൂടിയിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുള്ളത്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് 2017 പാസ് ഔട്ടായി BTA. ഞാൻ ആക്ടിങ്ങാണ് എടുത്തത്. അപ്പോൾ പെർഫോം ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തിയേറ്റർ മ്യൂസിക്, സൗണ്ട് ഡിസൈൻ അങ്ങനത്തെ പരിപാടികളിലാണ് ഇങ്ങനെ ചെയ്തു വരുന്നത്. ഗോവിന്ദ് നമ്മുടെ സെറ്റ് പ്രോപ്സൊക്കെ ചെയ്യുന്ന ഗോവിന്ദാണ്. അപ്പോൾ സെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷാൻഡോ ആൻ്റണിയാണ്. അപ്പോൾ ഷാൻഡോ ആൻ്റണി, സ്റ്റെനുവാണ് കോസ്റ്റ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒരു ടീമായിട്ട് ഞങ്ങൾ കുറേ കാലമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ഗോവിന്ദ് തിയേറ്ററിൽ എല്ലാം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നെങ്കിലും വളരെ കാലമായി തിയേറ്ററും അതിനപ്പുറത്തുള്ള ഒരുപാട് ആർട്ട് വർക്കുകളിലും ഇപ്പോൾ ഗോവിന്ദ് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കും അവിടെ നിന്നുള്ളവർ. പിന്നെ അവർ വന്നതിന് ശേഷമാണ് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒന്നിച്ചു ചേരലും പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അത് ഈ നാടകത്തിൽ നിന്ന് നമുക്ക് എന്ത് ലാഭം കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ വേറെ മറ്റൊന്നുമല്ല, നമ്മളെ ഈ പ്രോസസ്സ് തന്നെയാണ് ശരിക്കും
അപ്പോൾ അതിലെപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ നാടകത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും വിജയം എന്ന് പറയുന്നത് ആ പ്രോസസ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ മ്യൂസിക്കിൻ്റെ പരിപാടികൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒപ്പം എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ഹരിഗോവിന്ദ് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ കലാമണ്ഡലത്തിൽ നിന്നും പാസ് ഔട്ടായി. ചെണ്ടയാണ് ആളുടെ മേഖല. പിന്നെ മ്യൂസിക്കിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകളും നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഇരുതി കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരുമിച്ച് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ആദ്യത്തെ പ്രോസസ്സിൽ. പിന്നെ ആളുടെ ഫ്രണ്ടായിട്ടുള്ള അന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോളണ്ടിൽ നിന്ന് വന്നൊരു ഫ്രണ്ട്, ഇതിൽ ആളൊരു ഡിസൈനറും ആർക്കിടെക്റ്റൊക്കെയാണ്. അപ്പോൾ ആളും ഇതിൽ രസകരമായിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി മേക്കിങ്ങിലും സാധനത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കൂടിയിട്ടാണ് കുറച്ച് റെക്കോർഡിങ്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, ലൈവ് നമ്മൾ പെർക്കഷൻ സാധനങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അജയ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഡോൺ കിക്സോട്ടിനെ മാറ്റി നമ്മൾ നന്മയിൽ ജോൺ കിഹോത്തെ എന്നുള്ള സ്പാനിഷ് പ്രൊണൗൺസിയേഷനാണ് കിഹോത്തെ. അപ്പോൾ അങ്ങനെ ആക്കിയിരിക്കുന്നു. അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കൾച്ചറിലേക്കുള്ള ഈ ഫൈറ്റർ അല്ലെങ്കിൽ യോദ്ധാവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചേകോന്മാരുടെ ഒരു കൾച്ചറാണല്ലോ. അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുക നമ്മുടെ വടക്കൻ പാട്ടുകളും ചില മിത്തുകളും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റിനെ, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ടെക്സ്റ്റാണെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പറയുന്നതിനപ്പുറത്ത് അങ്ങനെ രസകരമായിട്ടുള്ള മലയാളത്തിലേക്ക് വന്നൊരു ട്രാൻസ്ലേഷൻ, അഡാപ്റ്റേഷൻ, അങ്ങനെ ഒരു ടെക്സ്റ്റ് രസകരമായിട്ട് മാറിയിട്ടുണ്ട്. നന്മയിൽ ജോൺ കിഹോത്തെ. ഇത് മോള്. യെസ്, അസാധ്യമായ സ്വപ്നങ്ങളെ സാധ്യമാക്കുക എന്നതാണ് എൻ്റെ നിയോഗം. ഇപ്പോൾ 8 മാസം ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. ഞാൻ കളരി കുറച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു, ഉറുമി വീശാനും. കളരിയൊക്കെ നമ്മൾ സ്കൂൾ ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പക്ഷേ ഇതിന് വേണ്ടി ഇപ്പോൾ ഉറുമിയൊക്കെ നമ്മൾ ഭയത്തോടെ മാറുന്നൊരു സാധനം ഇപ്പോൾ ഭയങ്കര രസകരമായിട്ടൊരു ഭയങ്കര ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് അലിയുടെ ഒരു കൺസെപ്റ്റുള്ള ഈ പറഞ്ഞ സ്പോർട്ടീവ് എലമെൻറ്റ് തിയേറ്റർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റും കൂടി ചേർന്നുകൊണ്ട് ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പോൾ കളരി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഫൈറ്റ് വരുന്നുണ്ട്, ഇതിനകത്ത് വാൾ ഫൈറ്റ് വരുന്നുണ്ട്, വടി കൊണ്ടുള്ള കോൽത്താരി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നാടകത്തിന് വേണ്ടി കുറച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളെങ്കിലും അത് ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു ഭയങ്കര വല്ലാത്തൊരു ആവേശത്തോടെ അതിനെ സമീപിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതൊരു മലയാളത്തിലേക്ക് ഒരു അഡാപ്റ്റേഷൻ. അത് നമ്മുടെ സമകാലീന രാഷ്ട്രീയമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതായിരിക്കും ഈ വിഷയം. എങ്കിലും അങ്ങനെയൊക്കെ, എന്നാൽ ഈ ഭയങ്കര ദുരൂഹതകളോ ഗഹനമായിട്ടുള്ള വിഷ്വൽ കെട്ടുകാഴ്ചകളോ ഇല്ലാതെ വളരെ പെർഫോമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. മിഥുനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് ഇതിനകത്ത് അണിനിരക്കുന്നത്. ഇപ്പോൾ കണ്ണൻ്റെ തേവരടാന പോലുള്ള നാടകങ്ങളിലൊക്കെ മിഥുൻ സജീവ സാന്നിധ്യമായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഏകദേശം എല്ലാ ദാസേട്ടൻ്റെ കൂടെ നോക്കൗട്ട് ചെയ്യുമ്പോഴും അങ്ങനെ എല്ലാവരുമായിട്ടും മിഥുൻ കണക്റ്റഡാണ്. അപ്പോൾ മിഥുൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഫണ്ട് ആദ്യത്തെ ഘട്ടം കയ്യിൽ നിന്ന് ഞാൻ തന്നെയാണ് എടുത്ത് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ പദ്ധതി നമ്മളൊരു 5 ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഇട്ടിരുന്നത്. അതിൻ്റെ ഇനീഷ്യലായിട്ട് ആർട്ടിസ്റ്റിന് പോലും ഒരു ചെറിയ പേയ്മെൻറ്റ് നമ്മൾ ആദ്യത്തെ തവണയായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഇത് ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തോളമായി ഇതിൻ്റെ പ്രവർത്തനം നടന്നു നിൽക്കുന്നു. 1.5 മാസത്തിലേറെ മാഷ് അതിനകത്ത് കളരി അക്കാദമിയിൽ പോയി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പെർഫോമൻസിന് ബാക്കി നിൽക്കുന്നത്. ഫണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ പലപ്പോഴും നാടകത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ പള്ളിയിൽ അച്ഛൻ പറയുന്നൊരു ഡയലോഗുണ്ട് അല്ലേ, ശുഭാപ്തി വിശ്വാസമാണ് ഒരു നാടകക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ കൈമുതൽ എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് ഇറങ്ങി പുറപ്പെട്ടുള്ളത്. അല്ലാതെ ഫണ്ടെല്ലാം എത്തിയിട്ട് ചെയ്യാമെന്നൊരു പദ്ധതിയിൽ ഏത് പദ്ധതിയും പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ചെറിയ നാടക സംഘങ്ങൾ വിജയിക്കാറില്ല. അങ്ങനെ
ഉള്ളൊരു ഇതിനകത്തുള്ളവരെല്ലാവരും ട്രൂ ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് ഈ ഫണ്ട് കണ്ടെത്തുന്ന പരിപാടികളോ മറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘാടനവുമായിട്ട് ബന്ധമില്ലാത്ത പ്യുവർ ആർട്ടിസ്റ്റുകൾ ആണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ എൻ്റെയും ഒരു അവസ്ഥ അത് തന്നെയാണ്. അത്തരത്തിൽ ഫണ്ട് കണ്ടെത്താനുള്ളൊരു കഴിവും കാര്യങ്ങളും ഒന്നും നമുക്കില്ലെങ്കിലും അതിനുള്ള അന്വേഷണങ്ങളൊക്കെ ആദ്യപടി ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരിലേക്കൊരു മെസ്സേജ് എത്തുക കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഇതിനകത്ത് മുഴുവൻ ടീമിലെ അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ റിഹേഴ്സൽ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് ഇനി എത്തിച്ചേരാനുണ്ട്. ഇതിനകത്ത് കോസ്റ്റ്യൂം ചെയ്യുന്നത് സ്റ്റെനു ആണ്. സ്റ്റെനു ബേസിക്കലി ഒരു കോസ്റ്റ്യൂം ഡിസൈനർ മാത്രമല്ല, ആളൊരു ആർക്കിടെക്ചറൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. എന്നുവെച്ചാൽ അദ്ദേഹം ഈ പോട്ട് മേക്കറും ശില്പനിർമ്മാണവും എല്ലാം അദ്ദേഹമുണ്ട്. ആളൊരു മ്യൂസീഷ്യൻ കൂടിയാണ്. പിന്നെ ഇതിനകത്ത് സെറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ഷാൻഡോ ആൻ്റണിയാണ്. ഷാൻഡോ ആൻ്റണി വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ആൾ ഈ ഗ്രാഫിറ്റി ആർട്ടിസ്റ്റാണ് മെയിനായിട്ട്. പക്ഷേ അതിലുപരിയായിട്ട് ആൾ വളരെ കൊളാബറേറ്റീവായിട്ട് ആർട്ടിനെ കണ്ടക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് നിതീഷാണ്, നിതീഷ് ലോകിദാസാണ്. പിന്നെ ഇതിനകത്ത് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സെറ്റിൻ്റെ അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ നിൽക്കുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നത് പ്രേമേട്ടനാണ്. പ്രേമേട്ടൻ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ്. അദ്ദേഹം ഒരു മാസത്തോളം നമ്മുടെ ഒപ്പം നിന്നിട്ടാണ് ഇതിനൊരു രൂപരേഖ ഉണ്ടാക്കിയെടുത്ത് ആ സ്റ്റിച്ചിങ് ഇവിടെ തന്നെയാണ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പുറത്തുനിന്നൊരു വിദേശ വനിത ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്ന വന്നിട്ടുണ്ടായിരുന്നു. അന്നയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഡിസൈനിലേക്ക് അതിൻ്റെ ഡ്രോയിങ്ങൊക്കെ ആദ്യം തയ്യാറാക്കിയിരുന്നത്. പിന്നെ ഹരി നാരുവിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇതിനകത്തുനിന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സംഘാടനത്വം മിന്നാടം ആണ് ചെയ്യുന്നത്. മിന്നാടവും VPS കളരി സംഘവും. അപ്പോൾ VPS കളരി സംഘത്തിലെ ഷൈജു ഗുരുക്കളും അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാരും ഉണ്ട്. അതിൽ അവർ അഭിനയിക്കുന്നുണ്ട്, പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഷെഡ്യൂളിനാണ് ഞാൻ അടുത്ത് എത്തിച്ചേരുക. അങ്ങനെ വലിയൊരു സംഘം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സംഘത്തിൻ്റെ അവതരണം പിന്നെ ഈ വീട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ വീടും ഇങ്ങനെ ഒരു പെർഫോമൻസ് സ്പേസും ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എത്തിച്ചു തന്നത് നമ്മുടെ ഒരു ഉറ്റ സുഹൃത്താണ് സച്ചിനൊരു ആർട്ട് ക്രിറ്റിക് കൂടിയാണ്. അദ്ദേഹം ഡോക്യുമെൻ്ററി മേക്കറാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു സ്പേസും മറ്റ് ഇതിൻ്റെ ഈ നന്മയിൽ ജോൺ കിഹോത്തെ എന്ന് ആ പേര് കണ്ടെത്തുന്നത് പോലും ആളിലൂടെയാണ്. പിന്നെ ഇതിൻ്റെ സംഘാടനം ഇപ്പോൾ മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സായുജാണ്. സായുജും പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്തുണ്ട്. ആൾ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം അവധിക്ക് ഇവിടെ വരികയും അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയും പേരാണ് ഇതിനകത്തുള്ളത്. 22 ജയിച്ച് 18 കായിക്കും കുരുക്കളായ തച്ചോളിയോധേനെ നിനക്കറിയില്ല. അറിയാം കുരുക്കളെ, മോഹിച്ചടങ്ങാത്ത പെണ്ണില്ലെന്നും കയറാത്ത പടിയില്ലെന്നും കിടക്കാത്ത കിടക്കയില്ലെന്നും പറഞ്ഞ് നാട്ടിലെ പാവം കണ്ണികളുടെ ഊഴം വാങ്ങാൻ നടക്കുന്ന അവനോ ചേകവൻ. മാണിക്കോത്തെ മാർക്കവും നാടായിക്കോലത്തെ പാറവും പുറമലക്കുങ്കയും കറുപ്പിനടം പൊന്നിയും പോരാഞ്ഞിട്ടാണോ അവന്റെ ഈ ഊഴം വാങ്ങാൻ? അതിൽ വിട്ടു വായാനാണ് നന്മയിൽ ജോൺ കിഹോത്തെ.